തിരക്കുള്ള എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് അയമോദകത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് പഠിക്കാം. എല്ലാ അടുക്കളയിലും കാണപ്പെടുന്ന സുഗന്ധ വ്യഞ്ജനങ്ങളിൽ ഒന്നാണ് അയമോദകം. അയമോദകം ബേക്കിംഗിൽ ഉപയോഗിച്ചു വരുന്നു. ഇത് പേസ്ട്രികളുടെ ഗുണം വർദ്ധിപ്പിക്കുകയും ദഹനക്കേട് കുറയ്ക്കുകയും ചെയ്യുന്നു. അയമോദകം പോഷകങ്ങളാൽ സമ്പുഷ്ടമാണ്. അവയിൽ പ്രത്യേകിച്ച് നാരുകൾ, ആന്റി ഓക്സിഡന്റുകൾ, മറ്റു വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിട്ടുണ്ട്. പരമ്പരാഗത ഇന്ത്യൻ വൈദ്യത്തിൽ അയമോദകം വളരെ കാലമായി ഉപയോഗിച്ചു വരുന്നു. ദഹന പ്രശ്നങ്ങൾക്കുള്ള വീട്ടുവൈദ്യമായി അയമോദകം ഉപയോഗിക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. ചില പഠനങ്ങൾ അനുസരിച്ച് ഇത് ആമാശയത്തിലെ പെപ്റ്റിക് അൾസറിനെതിരെ പോരാടുവാനും ദഹനക്കേട് ഒഴിവാക്കുവാനും സഹായിക്കുന്നു. അന്നനാളത്തിലോ ആമാശയത്തിലോ ചെറുകുടലിലോ ഉണ്ടാക്കുന്ന അൾസറാണ് പെപ്റ്റിക് അൾസർ. അയമോദകം വിത്തുകളിൽ സജീവമായ എൻസൈമുകൾ അടങ്ങിയിട്ടുണ്ട്. അവ ദഹനത്തെ വേഗത്തിലാക്കുന്നു. കോളിക്, ദഹനക്കേട് തുടങ്ങിയ വിട്ടുമാറാത്ത വയറ്റിലെ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുവാൻ അയമോദകം സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ അയമോദകം കാലാകാലങ്ങളായി വയറിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർ ഉപയോഗിച്ചു വരുന്നു. ഡിമോൾ, കാരാക്രോൾ തുടങ്ങിയ ചേരുവകൾ യോനിയിലെ ബാക്ടീരിയകളുടെയും ഫംഗസുകളുടെയും വളർച്ചയെ ചെറുക്കുവാൻ സഹായിക്കുന്നു. ഭക്ഷ്യവിഷബാധയ്ക്കും മറ്റു വയറിനുള്ളിലെ പ്രശ്നങ്ങൾക്കും കാരണമാകുന്ന സാൽമോണല്ല, ഈകോളി തുടങ്ങിയ ബാക്ടീരിയകളെ ചെറുക്കുവാനും ഇത് സഹായിക്കുമെന്ന് മെഡിക്കൽ വിദഗ്ധർ പറയുന്നു. അയമോദകത്തിന്റെ വെള്ളം ശരീരത്തിൽ നിന്ന് കഫം നീക്കുകയും ജലദോഷം, ചുമ എന്നിവയിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. കൂടാതെ ബ്രോങ്കൈറ്റിസ്, ആസ്മ എന്നിവയുടെ ചികിത്സയിലും ഇത് സഹായിക്കുന്നു. ജലദോഷത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാൻ ചൂടുവെള്ളത്തിൽ അയമോദക വിത്തുകൾ ചേർത്ത് ആവി പിടിച്ചാൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്വാസകോശത്തിലെ അണുക്കൾ വിട്ടുമാറുകയും ഇതിലൂടെ നമുക്ക് നീണ്ടൊരു ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു. അയമോദക വെള്ളം ശരീരത്തിലെ മെറ്റബോളിസം വർദ്ധിപ്പിക്കുന്നു. കൊഴുപ്പ് സംഭരണം കുറയ്ക്കുന്നതിനും ഊർജ്ജം വർദ്ധിപ്പിക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ഇത് വിഷവസ്തുക്കളോട് നന്നായി പോരാടുകയും ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ശരീരത്തിലെ കൊഴുപ്പ് അലിയിച്ച് വണ്ണം കുറയ്ക്കുവാൻ ഈ വെള്ളം നമ്മളെ സഹായിക്കുന്നു. ചില ആളുകൾക്ക് ചൊറിച്ചിൽ, തിണർപ്പ്, എക്സിമ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇവ സ്വാഭാവികമായും തടയുവാൻ അയമോദകം നല്ലതാണ് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ചർമ്മ പ്രശ്നങ്ങൾക്കുള്ള ഒരു ശാശ്വത പരിഹാരമാണെന്നും അയമോദകത്തെ ആയുർവേദത്തിൽ വിശേഷപ്പെടുത്തിയിട്ടുണ്ട്. ചെറു ചൂടുള്ള വെള്ളത്തിൽ അയമോദകം അരച്ച് പേസ്റ്റ് രൂപേണയാക്കി ചൊറിച്ചിൽ, പരു, എക്സിമ എന്നിവ ബാധിച്ച ഇടങ്ങളിൽ പുരട്ടുന്നത് ഇവയ്ക്കെല്ലാമുള്ളൊരു ഉത്തമ പരിഹാരമായിരിക്കും. അതുമാത്രമല്ല, സന്ധിവേദന ഒഴിവാക്കുവാനും ഇതേറെ സഹായകമാണ്. ആർത്രൈറ്റിസ് വേദന ഒഴിവാക്കുവാൻ അയമോദകം ഓയിൽ ഉപയോഗിച്ച് വേദനയുള്ള ഭാഗത്ത് മസാജ് ചെയ്താൽ മതിയാകും. ആർത്തവ പ്രശ്നങ്ങളുള്ളവർ അയമോദകം വെള്ളം കുടിച്ചാൽ നല്ല ഫലം ലഭിക്കുമെന്ന് ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഉയർന്ന രക്തസമ്മർദ്ദം ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകൾ ഈ അയമോദകത്തിന്റെ വെള്ളം കുടിച്ചാൽ BP നിയന്ത്രിക്കാമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. അതിന്റെ കാരണം അയമോദകത്തിലെ തൈമോൾ എന്ന പദാർത്ഥം കാൽസ്യം ഹൃദയത്തിൽ പ്രവേശിക്കുന്നത് തടയുന്നു. കൂടാതെ ഇത് രക്തക്കുഴലുകളെ വികസിപ്പിച്ച് BP കൺട്രോൾ ആക്കുവാനും സഹായിക്കുന്നു. അയമോദകത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ അല്ലേ? Not. The information given in this video is not a substitute for any medical treatment. Also, don't forget that you are taking care of your health, and depending on the situation, you can seek the prescription of your doctor regarding this.